ഇപ്പം നിലവിൽ യു എയിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മാങ്ങകൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ത്യൻ മാങ്ങകൾ. ഓക്കെ, ഇതാണ് നമ്മുടെ മല്ലിക. നീലം ഇൻറ്റു ദശരി തന്നെയല്ലോ, തന്നെ തോന്നുന്നു. നീലം ഇൻറ്റു ദശരി, വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യൻ ഹൈബ്രിഡ് മാങ്ങ. ഇത് നമ്മുടെ അൽഫോൺസോ, എവിടുന്നാന്നറിയില്ല. ഇതാണ് അൽഫോൺസോ മാങ്ങ. ഇപ്പം ഇതിൽ നല്ലതൊക്കെ നോക്കി എടുക്കാം. പ്രൈസും കാണിച്ചു തരാം. മല്ലിക. ഇത് ബങ്കനപ്പള്ളി, നമ്മുടെ ഇന്ത്യയിൽ ജെ ടാഗൊക്കെ ഉള്ള മാങ്ങയാണ്. പക്ഷേ ഞാൻ ഇതുവരെ ഇവിടെ കഴിച്ചതിൽ എനിക്കത്ര നല്ല എക്സ്പീരിയൻസ് അല്ല. ഓക്കെ, പിന്നെ ഇത് കേസർ. ഇതാണ് ടിപ്പിക്കൽ കേസറിനുണ്ടാകുന്ന ഒരു സാധനം. കേസറിൽ തന്നെ ഗിർ കേസർ, ജംബോ കേസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്, എനിക്കറിയില്ല. ഇതാണ് കേസർ മാങ്ങ. നമ്മുടെ നാട്ടിൽ കായ്ച്ചു കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഗുജറാത്താണ് സ്വദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചപ്പുറത്തുണ്ട്, ഒരു കാണിച്ചു തരാം. ഓക്കെ, ഇന്ത്യൻ തന്നെ തുടങ്ങാം. ഇത് നമ്മുടെ തൃശ്ശൂർകാട്. ഓക്കെ, സ്വന്തം തൃയ്യൂർ മാങ്ങ, പേരയ്ക്ക മാങ്ങ എന്നൊക്കെ അറിയപ്പെടുന്ന തൃയ്യൂർ മാങ്ങ. ഇവിടെ കുറച്ച് സിന്ദൂരവും ഉണ്ട് കേട്ടോ, എൻ്റെ ഇത് വെച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ഇമാം പസന്ത്, പിന്നെന്താണ് ഹിമയുദ്ദീൻ, അങ്ങനെ പല പേരുണ്ട്. ടിപ്പിക്കൽ ഇമാം പസന്ത്. ഏകദേശം ക്വാളിറ്റിയിലെ മാങ്ങ. ഒരെണ്ണം എടുക്കണം വിചാരിക്കുന്നത്, റിവ്യൂ ചെയ്യാം. ഓക്കെ, ഇതാണ് നീലം. ഓക്കെ, നീലം ചിലതൊക്കെ കളറ് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ, നീലം. ഓക്കെ, നീലം മാങ്ങയാണിത്. ഇത് നമ്മുടെ രാജാപുരി, റാസ്പുരി, പൈരി എന്നൊക്കെ പറയുന്ന മാങ്ങ. ഓക്കെ, ഇത് നമ്മുടെ യമൻ്റെ തൈമൂർ, നല്ല മാങ്ങ കേട്ടോ, യമൻ്റെ തൈമൂർ. പിന്നെ ഇത് നമ്മുടെ സേലം മാങ്ങ, ബാംഗ്ലൂർ, പല പേരിലും അങ്ങനെ അറിയപ്പെടുന്ന മാങ്ങ. അത്രയ്ക്ക് മൂപ്പെത്തിയിട്ടില്ല, പക്ഷേ പച്ചയ്ക്ക് കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് കെനിയൻ്റെ മാങ്ങകളാണ്. ഇത് മാംഗോ റൗണ്ട്, ഹണി മാംഗോ അങ്ങനെ പേര് ഇതിനുണ്ട്. ഇത് ലോങ് മാങ്ങ ആണ് ഇതിൻ്റെ പേര്. പക്ഷേ ഇത് മെച്യൂർ ആയിക്കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ട്. ഇത് മിക്സ് ആയതാണ്. ഇത് യമൻ്റെ മാങ്ങയാണ്. ഇതിൻ്റെ പേര് കൽബത്തൂർ എന്നാണ്. ഞാൻ കഴിഞ്ഞ വർഷം കഴിച്ചിട്ടുണ്ട്. കാണാനുള്ള ഭംഗിയാണ് കൂടുതൽ, കഴിക്കാൻ അത്രയ്ക്ക് എൻ്റെ പോരാ. അത്യാവശ്യം ഫൈബറൊക്കെ ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതാണിപ്പോൾ ഇവിടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മാങ്ങകൾ.